അച്ഛാ, എനിക്ക് ആ കോളേജിൽ തന്നെ പഠിക്കണം. ധന്യയുടെ കണ്ണുകളിൽ സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ അച്ഛന്റെ കണ്ണുകളിൽ ആ നിമിഷം ഉണ്ടായിരുന്നത് ആശങ്കയായിരുന്നു. +2 പരീക്ഷയിൽ ധന്യയ്ക്ക് ഹയർ മാർക്ക് കിട്ടി. അവൾ ആഗ്രഹിച്ച കോഴ്സിന് ആഗ്രഹിച്ച കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷനും കിട്ടി. അവൾ സന്തോഷത്തോടെ അച്ഛന്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, അച്ഛാ, എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ ആഗ്രഹിച്ച കോളേജിൽ തന്നെ. അച്ഛനും സന്തോഷിച്ചു. പക്ഷേ അഡ്മിഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ബുക്സ്, മറ്റ് ചെലവുകൾ ഇതെല്ലാം ചേർന്നുള്ള തുക കേട്ടപ്പോൾ അച്ഛൻ ആകെ വിഷമത്തിലായി. അച്ഛന്റെ മുഖത്തുണ്ടായിരുന്ന ചിരി മാറി. ഇത്രയും പണമോ? അദ്ദേഹം ഒരിക്കലും മകളുടെ വിദ്യാഭ്യാസത്തെ അവഗണിച്ചിരുന്നില്ല. മകൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചു. ആ ആഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു ഫിനാൻഷ്യൽ ഗോൾ അദ്ദേഹം സെറ്റ് ചെയ്തിരുന്നില്ല. സമയമാകുമ്പോ നോക്കാം എന്നാണ് വർഷങ്ങളായിട്ട് കരുതിയിരുന്നത്. ഇപ്പോൾ സമയമായി. അദ്ദേഹം ആശങ്കയിലുമായി. കുറെ ദിവസം ബാങ്ക് ലോണിന് വേണ്ടി അന്വേഷിച്ചു. ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. സുഹൃത്തുക്കളോട് സഹായം ചോദിച്ചു. അവസാനം ഒന്നും നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം മകളുടെ മുന്നിലിരുന്ന് ചോദിച്ചു, മോളെ, നീ ആഗ്രഹിച്ച കോളേജിൽ അല്ലെങ്കിലും വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും നോക്കിക്കൂടെ? അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ കണ്ണുകളിലെ സ്വപ്നങ്ങൾ മങ്ങുന്നത് അച്ഛൻ കണ്ടു. കുട്ടികളുടെ ചില സ്വപ്നങ്ങൾ തകരുന്നത് അത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, പാരന്റ്സ് കൃത്യമായ സമയത്ത് അതിനുവേണ്ട പ്ലാനിംഗ് നടത്താതിരുന്നത് കൊണ്ടാണ്. ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന്റെ പേരല്ല. ആദ്യം തീരുമാനിക്കണം, ഇന്ന് കുട്ടിക്ക് എത്ര വയസ്സുണ്ട്, ഹയർ എഡ്യൂക്കേഷനിന് എത്ര വർഷമുണ്ട്, ഇന്ന് ആ കോഴ്സിന് എത്ര രൂപ ചെലവുണ്ട്, എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ കൂടി കണക്കാക്കി അന്നത്തെ കാലത്ത് എത്ര രൂപ വേണ്ടി വരും, ആ കോർപ്പസ് അല്ലെങ്കിൽ ആ ഫണ്ട് റെഡിയാക്കണമെങ്കിൽ ഇന്നു മുതൽ എത്ര രൂപ സേവ് ചെയ്യണം. ഇവയാണ് ആദ്യം അറിയേണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രധാനമാണ്. നമ്മൾ ഒരു 15 വർഷത്തേക്കുള്ള പ്ലാനിംഗ് ഒക്കെ റെഡിയാക്കി തുടങ്ങിയെന്ന് വിചാരിക്കും. ഈ 15 വർഷത്തിനിടയ്ക്ക് പാരന്റ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികളുടെ ഗോൾസ് അവിടെ അവസാനിക്കരുത്. അതുകൊണ്ട് തന്നെ ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാത്രം പോരാ. പാരന്റ്സിന് കൂടി അതുമായി കണക്ട് ചെയ്ത ലൈഫ് പ്രൊട്ടക്ഷൻ കൂടി എടുക്കണം. അപ്പോൾ മാത്രമാണ് പാരന്റ് ഉണ്ടെങ്കിലും അപ്രതീക്ഷിതമായി ഇല്ലാതെയായാലും കുട്ടികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ വിദ്യാഭ്യാസം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളോട് വലിയ സ്വപ്നങ്ങൾ കാണാനൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ട പണം, അതിനുള്ള പ്ലാനിങ്ങും കൂടെ നമ്മൾ ചെയ്യണ്ടേ? അവരുടെ സ്വപ്നങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനുവേണ്ട ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടത്തിയിരിക്കണം. ചെറിയ തുകയാണെങ്കിലും നേരത്തെ തുടങ്ങുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവന്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ട ഫണ്ട് സ്വരൂപിക്കാനും നമ്മൾ തുടങ്ങണം. അതാണ് ശരിയായ പ്ലാനിംഗ്. നിങ്ങളുടെ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഭാവിയിൽ എത്ര രൂപ വേണ്ടി വരും, ഇന്നു മുതൽ എത്ര തുക മാറ്റി വയ്ക്കണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫ് പ്രൊട്ടക്ഷൻ കറക്റ്റ് ആയതാണോ, ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യൂ. നമുക്ക് നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഗോള് കറക്റ്റായിട്ട് മനസ്സിലാക്കി റോഡ് മാപ്പ് റെഡിയാക്കാം. ഓർക്കൂ, കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നത് സ്നേഹം മാത്രമല്ല, സമയത്ത് നമ്മൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ പ്ലാനിംഗ് കൂടിയാണ്.